നമസ്തേ. നമുക്കിന്ന് പ്രധാനമായിട്ടും നമ്മൾ ദിവസവും ചെയ്തിരിക്കേണ്ട 2 പ്രാണായാമത്തിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തു പോവാം. ഏതൊക്കെ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ശരിയായി ചെയ്യേണ്ടുന്ന രീതി, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പ്രാണായാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തിയെ തന്നെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രധാനമായിട്ട് ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള കാര്യങ്ങളാണ് പ്രാണായാമം, അതുമായി ബന്ധപ്പെട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒന്നൊന്നിനോട് കണക്റ്റഡ് ആണ്. പ്രാണായാമത്തിലൂടെ നമുക്ക് മനസ്സിനെ നല്ല രീതിയിൽ ശാന്തമാക്കാൻ അല്ലെങ്കിൽ നല്ലൊരു റിലാക്സേഷൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തനം ഇതിലൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഡെയിലി റൊട്ടീൻ, നമുക്ക് നല്ലൊരു ജീവിത ശൈലി പ്രാണായാമത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പ്രാണായാമസ് പലതരത്തിലുള്ള പ്രാണായാമസ് ഉണ്ട്. ഓരോ പ്രാണായാമത്തിലും വ്യത്യസ്തമായ മുദ്രകളും ബന്ധാസും അതേപോലെ തന്നെ ശ്വസിക്കുന്നതിൻ്റെ രീതിയും ശ്വാസത്തെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ രീതിയും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാണായാമത്തിൽ നിന്നും കിട്ടുന്ന ഗുണങ്ങൾ വ്യത്യസ്തമാണ്. ഒരു പ്രത്യേക തലത്തിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ പ്രാണായാമത്തിന് സാധിക്കുന്നുണ്ട്. നമ്മുടെ മൈൻഡ് എനർജി വർദ്ധിപ്പിക്കാൻ, ശരീരത്തിലെ പ്രാണിക് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കാൻ ഇതെല്ലാം പ്രാണായാമത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ വിട്ടുമാറാത്ത പല അസുഖങ്ങൾക്കും ഒരു ശമനം ലഭിക്കാൻ പ്രാണായാമം നല്ലതാണ്. പല കാര്യങ്ങളും പല അസുഖങ്ങളും വരാതിരിക്കാനും ദിവസവും നമ്മൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന 2 പ്രാണായാമസാണ്. ഒന്ന് നാഡീശുദ്ധി പ്രാണായാമം, 2 ഭ്രാമരി പ്രാണായാമമാണ്. 2 പ്രാണായാമവും പേര് പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് സ്ഥിരമായി വരാറുള്ള തലവേദന, അല്ലെങ്കിൽ BP വേരിയേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഉന്മേഷമില്ലായ്മ, ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിക്ക പ്രശ്നങ്ങൾക്കും വളരെ വലിയൊരു സൊല്യൂഷനാണ് ഈ 2 പ്രാണായാമസ് എന്ന് പറയുമ്പോൾ. കൃത്യമായിട്ട് നമുക്കിത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം, എങ്ങനെ പഠിച്ചെടുക്കാം, റെഗുലറായിട്ട് നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണ്. അപ്പം പ്രാണായാമസ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാം, യോഗയുടെ കൂടെയും നമുക്ക് ചെയ്യാം. പക്ഷേ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും റെഗുലറായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ മാറുന്നതും ആ മാറിയ മാനസികാവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നതും അതിൻ്റെ മേലെ വീണ്ടും വീണ്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതൊക്കെ റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനുള്ള തയ്യാറെടുപ്പാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും? നമ്മൾ മെഡിറ്റേഷനും യോഗയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു സ്ഥലം, നല്ല വായുസഞ്ചാരമുള്ളതും വൃത്തിയുള്ളതുമായിട്ടുള്ളൊരു സ്ഥലം, മറ്റ് ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. ദിവസവും നമ്മൾ ഒരേ സ്ഥലത്ത് ഒരേ ദിശയിലേക്ക് ഇരുന്ന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ നല്ലൊരു ഫ്രഷ്നെസ്സോട് കൂടി, നല്ലൊരു സന്തോഷത്തോടുള്ള മനോഭാവത്തോടു കൂടി ഇരുന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്കതിൻ്റെ ഗുണം മാക്സിമം നമുക്ക് ലഭിക്കുന്നതാണ്. ഭക്ഷണം കഴിഞ്ഞൊരു 3 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതിരാവിലെ നമുക്ക് സൂര്യോദയത്തിന് മുൻപ് ഉള്ള ഒരു സമയം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആ സമയത്ത് നമ്മുടെ ന്യൂറോൺസ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഓരോ സെൽസും കൂടുതൽ ആക്റ്റീവ് ആവും. പ്രാണായാമം ചെയ്യുന്നതിലൂടെ കൂടുതൽ ഓക്സിജൻ നമുക്ക് ഇൻടേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വായുസഞ്ചാരമുള്ള സ്ഥലം നമുക്ക് നിർബന്ധമാണ്. അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിരിക്കാം. രാവിലെയും വൈകുന്നേരവും നമുക്ക് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല. നമുക്ക് അനുയോജ്യമായൊരു സമയം തിരഞ്ഞെടുക്കാം. അപ്പോഴും നമ്മൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിൽ പറ്റുകയാണെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ പ്രാണായാമം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. അതായത് പേര് പോലെ തന്നെ നമ്മുടെ ഓരോ നെർവ്സിനെയും അല്ലെങ്കിൽ ഓരോ ന്യൂറോണിനെയും ഓരോ സെൽസിനെയും ഈ ഒരു പ്രാണായാമം വളരെയധികം ഉത്തേജിപ്പിക്കുന്നുണ്ട്. മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന ആളുകൾ, ആങ്സൈറ്റി, ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ, അലസത, മടി, ഇതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് നാഡീശുദ്ധി പ്രാണായാമം. നമ്മൾ ഈ പറഞ്ഞു പോകുന്ന ഗുണങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വരുന്നതല്ല. റെഗുലറായിട്ടും കൃത്യമായിട്ടും ചിട്ടയായിട്ടും ഉള്ളൊരു പ്രാക്ടീസിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ്. കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നമുക്ക് പ്രാണായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വജ്രാസനം, അർദ്ധപത്മാസനം, പത്മാസനം, സുഖാസനം, സ്വസ്തികാസനം, ഇതിലേതൊരു പോസ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നട്ടെല്ല് നിവർത്തി വളരെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നൊരു പോസ്റ്റർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ വജ്രാസനത്തിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും സുഖമായിട്ട് നട്ടെല്ല് നിവർത്തിയിരിക്കുക, ഫേസ് നേരെ വെക്കുക. പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശരീരത്തിനെ മനസ്സിനെ ഒക്കെ ഒന്ന് സജ്ജമാക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാണായാമത്തിന് മുമ്പായിട്ട് യോഗിക് ബ്രീത്ത് അല്ലെങ്കിൽ സെക്ഷണൽ ബ്രീത്തിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിനെ മുഴുവനായിട്ടും ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ബ്രീത്തിങ്. നമ്മുടെ വയറ്, ചെസ്റ്റ്, ഷോൾഡർ 3 ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നൊരു രീതിയാണത്. അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ കണ്ണടച്ച് വളരെ റിലാക്സ് ആയിരിക്കുക, കൈകളൊക്കെ തുറന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് സാവധാനം ചെയ്തു തുടങ്ങാം. നിങ്ങൾക്ക് സുഖകരമായ രീതിയിലിരിക്കുക. ആദ്യം മൈൻഡൊന്ന് കാമാക്കുക, കണ്ണടച്ച് വെക്കുക.
ഒരു നോർമൽ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്ത് വിടാം. വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇനി ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നമ്മുടെ വയറിൻ്റെ ഭാഗം വീർത്ത് വരുന്നത് പോലെ സങ്കല്പിക്കുക. നമ്മുടെ ചെസ്റ്റ് ഉയരുന്നു, ഷോൾഡർ ഉയരുന്നു. നമ്മുടെ ലങ്സിൻ്റെ മാക്സിമം കപ്പാസിറ്റി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനതേപോലെ മുഴുവനായിട്ടും പുറത്തേക്ക് വിടുക. ആദ്യം വയറിൻ്റെ ഭാഗം ഉള്ളിലേക്ക് വലിയട്ടെ, ചെസ്റ്റ് താഴ്ന്നു വരുന്നു, ഷോൾഡർ താഴുന്നു. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വയറുള്ളിലേക്ക് വലിയട്ടെ, ചെസ്റ്റ് താഴട്ടെ, ഷോൾഡർ താഴട്ടെ. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വയറിൻ്റെ ഭാഗത്ത് മുതൽ ഉയർന്നു വരട്ടെ, ചെസ്റ്റ് വരട്ടെ, ലങ്സ് മുഴുവനായിട്ടും ഫില്ലാവട്ടെ. മുഴുവനായിട്ടും പുറത്തേക്ക് വിടാം. ഈ ഒരു രീതിയിൽ 4, 5, 6 തവണ നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇതിനൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിൽ നമ്മുടെ ശ്വാസത്തിനെ കൈകാര്യം ചെയ്യുന്നു അല്ലേ, ഓരോ പ്രാണായാമത്തിനനുസരിച്ച്. ആ സമയത്ത് നമുക്ക് സുഗമമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലങ്സൊക്കെ അതിന് വേണ്ടി പ്രാപ്തമായിരിക്കണം. അപ്പോൾ നമ്മൾ വയറിൻ്റെ ഭാഗം ഫോക്കസ് ചെയ്യുമ്പോൾ ലങ്സിൻ്റെ താഴെവശം, ചെസ്റ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ സെൻറ്റർ അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുപോയിട്ട് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റിൻ്റെ ടോപ്പ് സൈഡ്, അങ്ങനെ ഈ ഒരു ലങ്സിൻ്റെ മുഴുവൻ ഭാഗവും മാക്സിമം അതിൻ്റെ കപ്പാസിറ്റിയിലേക്ക് ബ്രീത്ത് നമ്മൾ ഇൻഹേൽ ചെയ്യും ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ഭാഗങ്ങളും ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. വയറിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക്, പുറത്തേക്ക് വിടുമ്പോഴും വയറുള്ളിലേക്ക് വലിഞ്ഞ് ചെസ്റ്റ് താണ്, ആ രീതിയിൽ മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വളരെ സാവധാനം പുറത്ത് വിടുക, ഈ രീതി. ഇതിന് ശേഷം നമുക്ക് പ്രാണായാമം ചെയ്തു തുടങ്ങാം. യോഗിക് ബ്രീത്ത് ചെയ്തതിന് ശേഷം കിടക്കുക, അതാണ് ഏറ്റവും ഉത്തമം. ഇടത് കൈ നമ്മൾ ചിന്മുദ്രയിൽ വെക്കുക, നമ്മുടെ തമ്പും ഇൻഡെക്സും ടച്ച് ചെയ്യുന്ന രീതിയിൽ, ജസ്റ്റ് അതിൻ്റെ എൻഡ് ടച്ച് ചെയ്യുന്ന രീതിയിൽ. ബാക്കി 3 വിരലുകൾ നിവർത്തി വെച്ചിട്ട് നമ്മുടെ കാലിന് മുകളിൽ വെക്കാം. പത്മാസനത്തിലോ സുഖാസനത്തിലോ ഒക്കെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്, കുഴപ്പമുള്ള കാര്യമല്ല. വലത് കൈ ഈ ചൂണ്ടുവിരലും നടുവിരലും മടക്കിയിട്ട് വിഷ്ണുമുദ്ര അല്ലെങ്കിൽ നാസിക മുദ്ര ഈ ഒരു രീതിയിലേക്ക് പിടിക്കാം. നമ്മൾ ഈ നമ്മുടെ പെരുവിരലും അടുത്ത ഒരു വിരലുമാണ് നമ്മൾ നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കണ്ണടച്ചിരിക്കുക, നട്ടിൽ നിവർത്തി ഫേസ് നേരെ വെക്കുക. നമ്മുടെ വലത് ഭാഗം ക്ലോസ് ചെയ്ത് പിടിക്കുക. ഇടത് ഭാഗത്തിലൂടെ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ബുദ്ധിമുട്ടില്ലാതെ കുറച്ച് സമയം നമ്മളതിനെ ഹോൾഡ് ചെയ്യുന്നു, 2 ഹോളും അടച്ചിട്ട്. റൈറ്റ് സൈഡ് ഓപ്പൺ ആക്കിയിട്ട് റൈറ്റിലൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ, ഹോൾഡ്, 2 ഭാഗം അടച്ചു പിടിക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു. ലെഫ്റ്റിലൂടെ എക്സേൽ. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് ലെഫ്റ്റിൽ തന്നെ എത്തി, ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ നിങ്ങൾക്ക് 6 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ അതിൽ കൂടുതലോ റൗണ്ട് നിങ്ങൾക്ക് റെഗുലറായിട്ട് പതുക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ ബേസിക്കായിട്ട് നോക്കുന്ന സമയത്ത് ഒരു 4 വരെ കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ടാണ് നമ്മളൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടത്. വളരെ ഡീപ്പായിട്ട്, വളരെ സ്മൂത്തായിട്ട്, എത്രത്തോളം നിങ്ങൾക്ക് സോഫ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളിവിടെ ഉപയോഗിക്കുക ഓരോ ദിവസവും. ഒരു 6 സെക്കൻഡോ അല്ലെങ്കിൽ 8 സെക്കൻഡോ ഒക്കെ നിങ്ങൾക്ക് ഈ ശ്വാസത്തിനെ, നമ്മൾ ഹോൾഡിങ് പറഞ്ഞില്ലേ, അവിടെ പിടിച്ചു നിർത്താം നിങ്ങളുടെ തുടക്കത്തിലുള്ള കപ്പാസിറ്റി അനുസരിച്ച്. അതിനുശേഷം നമ്മളൊരു 8 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 8 വരെ കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് വേണം ശ്വാസത്തിനെ പുറത്തേക്ക് വിടാൻ. അപ്പോൾ നമുക്ക് ഈ കൗണ്ടിങ്ങിൻ്റെ കാര്യം നമുക്ക് തുടക്കത്തിൽ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റില്ല, ഓരോരുത്തരുടെയും ബ്രീത്തിങ് കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച്. അപ്പം തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടേതായ ഒരു കംഫർട്ടുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ശ്വാസം ഡീപ്പായിട്ടുള്ളിലേക്ക് എടുക്കുക, കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലൂടെ പുറത്ത് വിടുക. ഏത് ഭാഗത്തൂടെയാണോ പുറത്ത് വിടുന്നത് അതിലൂടെ തന്നെ ഇൻഹേൽ ചെയ്യുക, കുറച്ച് ഹോൾഡ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലൂടെ പുറത്ത് വിടുക. അപ്പോൾ നമ്മൾ ഈ ഹൈ BP ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഹോൾഡിംഗ് ഒന്ന് ഒഴിവാക്കാം, കാരണം അവർക്ക് അതിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഹോൾഡിംഗ് ഇല്ലാതെ ചെയ്തു തുടങ്ങുക. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു BP ലെവലിലൊക്കെ ഒരു മാറ്റം വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹോൾഡിംഗ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പതുക്കെ അതിലേക്ക് വരാവുന്നതാണ്. ഒരുവിധം എല്ലാ സ്റ്റേജിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്രാണായാമമാണിത്. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കുന്നു, വലത് കൈ നാസിക മുദ്ര, 2 വിരലുകൾ മടക്കി പിടിച്ചിട്ട് റൈറ്റ് സൈഡ് ക്ലോസ് ചെയ്തു. ലെഫ്റ്റിലൂടെ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യാം,
റൈറ്റിലൂടെ എക്സേൽ. വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ. ഹോൾഡ്. ലെഫ്റ്റിലൂടെ എക്സേൽ. വീണ്ടും ലെഫ്റ്റിലൂടെ ഇൻഹേൽ. ഹോൾഡ്. റൈറ്റിലൂടെ എക്സേൽ. വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ. ഹോൾഡ്. ലെഫ്റ്റിലൂടെ എക്സേൽ. ഈ ഒരു രീതിയിലാണ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ വഴിയെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ടൈം വർദ്ധിപ്പിക്കാം. നമുക്ക് എത്രത്തോളം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര സാവധാനം പുറത്തേക്ക് വിടാൻ പറ്റുമോ, ഓരോരുത്തരുടെയും ഒരു സ്റ്റേജ് അനുസരിച്ച് നിങ്ങൾക്കത് കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കാം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശ്വാസത്തിൻ്റെ സൗണ്ട് നമ്മൾ പോലും കേൾക്കാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക വളരെ വലിയ ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. പ്രധാനമായിട്ടും നാഡീശുദ്ധി പ്രാണായാമം ചെയ്യേണ്ട രീതിയും അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇത്രയൊക്കെയാണുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രാണായാമം ചെയ്ത് നോക്കാം, ബ്രാഹ്മണി പ്രാണായാമം. ബ്രാഹ്മണി പ്രാണായാമം ചെയ്യുന്നതിനും ചില തയ്യാറെടുപ്പുകളുണ്ട്. നമ്മൾ ആദ്യം യോഗിക് ബ്രീത്ത് ചെയ്തതിന് ശേഷം നാഡീശുദ്ധി പ്രാണായാമം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ണടച്ചിരുന്നുകൊണ്ട് തന്നെ 2-3 തവണ ദീർഘശ്വാസം എടുത്ത് പുറത്ത് വിട്ട് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം അടുത്ത പ്രാണായാമത്തിലേക്ക് കിടക്കാം. ഓരോന്നും കഴിയുമ്പോൾ എല്ലാം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോന്നിന് ശേഷം കണ്ണ് തുറന്ന് നോക്കാതിരിക്കുന്നത് തന്നെ നല്ലതാണ്. എല്ലാം ഒരു ഫ്ലോയിൽ നടക്കട്ടെ. ബ്രാഹ്മണി പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾ ഇത് ചെയ്യാതിരിക്കണം? പ്രഗ്നൻസി ടൈമിലുള്ള ലേഡീസ്, അതേപോലെ പീരീഡ്സിൻ്റെ ടൈമിലുള്ള ആളുകൾ, അതേപോലെ നമ്മുടെ ചെവിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷനുള്ള ആളുകൾ, ചെസ്റ്റിനോ ഹാർട്ടിനോ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ബ്രാഹ്മണി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിപ്പോൾ നമ്മൾ മിക്ക പ്രാണായാംസ് ആണെങ്കിൽ പോലും നമ്മുടെ ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉള്ള ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ടീച്ചറുടെയോ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളതുള്ളൂ കോമൺ ആയിട്ട്. അപ്പോൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മളിത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ദേഷ്യം കൂടുതലുള്ള ആളുകൾക്ക് നല്ലൊരു ശമനം ലഭിക്കുന്നു. അതേപോലെ സ്ട്രെസ്സ്, ടെൻഷൻ പോലുള്ള ആളുകൾക്ക്, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് കാമാക്കാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ചക്രാസന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആജ്ഞാചക്രം ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി ഡെവലപ്പ് ആവുന്നുണ്ട്. അതേപോലെ നമുക്ക് ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണി ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണി പ്രാണായാമം പല രീതിയിൽ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മുദ്രകൾ ഷൺമുഖി മുദ്ര ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും ചെയ്യാറ്. മറ്റ് പല രീതിയിലും ചൂണ്ടുവിരൽ ബാക്കി വിരലുകൾ മടക്കി പിടിച്ച് ചൂണ്ടുവിരൽ ഇങ്ങനെ ഈ രീതിയിൽ വെച്ച് ചെയ്യാറുണ്ട്. ഷൺമുഖി മുദ്രയിൽ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓരോ രീതിക്ക് അനുസരിച്ച് മാറ്റം, എല്ലാ പ്രാണായാമത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അതുപോലെ ബ്രാഹ്മണി പ്രാണായാമത്തിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതികളുണ്ട്. അഡ്വാൻസ് ആയിട്ടുള്ള രീതികളൊക്കെ നിങ്ങളൊരു ടീച്ചറുടെ കീഴിൽ നിന്നോ ഒരു ഡയറക്റ്റ് ക്ലാസ്സിൽ നിന്നോ ഒക്കെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബേസിക് ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ഇരുന്ന പോലെ തന്നെ വജ്രാസനത്തിലോ പത്മാസനത്തിലോ സുഖാസനത്തിലോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാം. നമ്മുടെ ബട്ടക്സിനിടയിൽ പില്ലോ ക്ലോത്തൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നട്ടിൽ നിവർത്തി നമുക്ക് ഇരിക്കാൻ വേണമെങ്കിൽ അതുപോലെയൊക്കെ ഇരിക്കാവുന്നതാണ്. ഏറ്റവും സുഖമായിട്ടിരിക്കുക. നട്ടിൽ നിവർന്നിരിക്കണം, ഫേസ് നേരെ. ഇവിടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. പുറത്ത് വിടുമ്പോൾ നമ്മളൊരു വണ്ട് മൂളുന്ന ഒരു ശബ്ദത്തോടുകൂടി ആ ഒരു ശബ്ദത്തിലാണ് ആ ശ്വാസത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് പുറത്ത് വിടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വണ്ട് മൂളുന്ന ശബ്ദം എന്ന് പറയുമ്പോൾ ഒരുപാട് സൗണ്ട് ഉപയോഗിക്കുന്നതിലല്ല, ഒരുപാട് ഹാർഡായിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ഒരേ ഫ്രീക്വൻസിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ ശ്വാസത്തിനെ നമ്മൾ പുറത്തേക്ക് വിടുന്നു. മാക്സിമം ദീർഘിപ്പിച്ചുകൊണ്ട് ആ ഒരു മൂളൽ മൂളുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന വൈബ്രേഷൻ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. തുടക്കത്തിൽ നിങ്ങൾക്ക് 5-6 തവണ ചെയ്യാം. ക്രമേണ നിങ്ങൾ അതിൽ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ വീക്കിലും നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കൂട്ടി വരാവുന്നതാണ്. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. നിവർന്നിരിക്കുക, ഫേസ് നേരെ വെക്കാം. നമുക്ക് ഷൺമുഖി മുദ്രയിൽ ചെയ്യാം. നമ്മുടെ കൈയുടെ 5 വിരലുകൾ അല്ലേ, ചൂണ്ടുവിരൽ നമ്മുടെ നെറ്റിയിലായിട്ട് വെക്കാം. അടുത്ത വിരൽ നമുക്ക് നമ്മുടെ കൺപോളയുടെ കോർണറിലായിട്ട് വെക്കാം. നെക്സ്റ്റ് വൺ നമുക്ക് മൂക്കിൻ്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് വെക്കാം. അവസാനത്തെ ചെറുവിരൽ നമുക്ക് താടിയിലായിട്ട് വെക്കാം. നമ്മുടെ തമ്പ് നമ്മുടെ ചെവിയുടെ 2 ഭാഗത്തായിട്ട് ചെവിയുടെ നടുക്ക ഉയർന്നിരിക്കുന്ന ഭാഗത്ത് വെക്കാം.
ഫേസ് നേരെ വെക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മുദ്ര ഉപയോഗിക്കുകയാണെങ്കിലും ഒരുപാട് പ്രഷർ കൊടുക്കാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലും നമ്മൾ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യുന്നു, അധികമായിട്ടുള്ള പ്രഷർ ഒന്നും കൊടുക്കുന്നില്ല. ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടാം. ഇനി ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് പ്രാണായാമം ചെയ്യുന്നതിന് വേണ്ടി എടുക്കാം. നമ്മുടെ വയറ് നിറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യട്ടെ, ദീർഘമായിട്ട്. ഇനി ഒരു മൂളലോട് കൂടി പുറത്തേക്ക് വിടാം. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിരലുകൾക്ക് അവിടെ പ്രഷർ കൊടുക്കരുത്. ചുണ്ടുകൾ സാധാരണ പോലെ ചുണ്ടുകൾ നമ്മൾ അടച്ചു വെക്കുക, പ്രഷർ കൊടുക്കാതെ. നമ്മുടെ നാവ് സാധാരണയായിട്ട് നമ്മുടെ മേൽഭാഗത്ത് ടച്ച് ചെയ്ത് നിൽക്കട്ടെ. മേൽഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പല്ലിന് ബേക്കിലായിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. കണ്ണുകളൊക്കെ ഒരു സാധാരണ രീതിയിൽ അടച്ചു വെക്കുക. പ്രാണായാമം ചെയ്യുമ്പോൾ വളരെ റിലാക്സ് ആയിരിക്കുക. നമ്മുടെ ഫേസിലുള്ള പേശികളൊക്കെ ഒന്ന് ഫ്രീ ആക്കി വെക്കുക. സന്തോഷത്തോടു കൂടി ചെയ്യാം. നമുക്ക് ഒന്നുകൂടി ചെയ്തു നോക്കാം. നമ്മൾ ഷൺമുഖി മുദ്രയിൽ കൈകൾ വെക്കുന്നു. ചെവിയിലൊന്നുമുള്ള വിരലുകൾ പ്രസ് ചെയ്യരുത്, നിവർന്നിരിക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക്. വളരെ ശാന്തമായിട്ട് പ്രാണായാമം ചെയ്യുക. ആ ശ്വാസത്തെ മാക്സിമം നിങ്ങൾ ദീർഘിപ്പിക്കുക അവസാന ഭാഗം വരെ. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടുമില്ല. അതിൻ്റെ ചെയ്ത് തീരുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലൊരു രീതി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടേതായ ഒരു രീതി കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇന്ന് ചെയ്ത പ്രാണായാമസ് രണ്ടും ഒരു ബേസിക് ലെവലിൽ ഒരു കോമൺ ആയിട്ടുള്ള രീതിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്തു പോയ പ്രാണായാമസ് ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. മാറ്റി വെക്കേണ്ട ആളുകളെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. റെഗുലറായിട്ട് പ്രാണായാമസ് പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാണായാമസിന് ശേഷം നിങ്ങൾക്ക് കണ്ണ് തുറക്കാതെ ഡയറക്റ്റായിട്ട് ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. പ്രാണായാമസ് നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 മിനിറ്റ് നിങ്ങൾക്ക് ഒരു മെഡിറ്റേറ്റിംഗ് ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ക്രമേണ. നമ്മുടെ ആറ്റിറ്റ്യൂഡാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും നമ്മുടെ നല്ലതും മോശമായ രീതികളാണെങ്കിലും ഒക്കെ 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല അല്ലേ. കുറേ ദിവസങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ കുറേ കാലങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുപോലെയാണ് പ്രാണായാമം. നമ്മളൊരു മാറ്റം എപ്പോൾ വരുത്തുന്നു എന്ന് ചോദിച്ചാൽ 1-2 ദിവസം കൊണ്ടല്ല. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഇതൊരു ഫീലാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സിലിരുന്നാലും ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതിനപ്പുറം അത് ഡെവലപ്പ് ചെയ്യേണ്ടത് ചെയ്യുന്ന ഓരോ ആളുകൾ തന്നെയാണ്. യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രാണായാമസിനെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ട് വലിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മൈൻഡ്, ഫോക്കസിങ് പവർ, കോൺസെൻട്രേഷൻ ലെവൽ ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ആക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ എയിം എന്താണോ അതിൽ നമുക്ക് ഷാർപ്പായിട്ട് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത് വഴി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ദിവസം കാണാം.